ഹരേ കൃഷ്ണ. നാരായണനാമത്തിൻ്റെ മാഹാത്മ്യം. മരണഭയത്തിൽ ഭഗവാൻ നാരായണൻ്റെ നാമം ഉച്ചരിച്ചതിനാൽ പാപത്തിൽ നിന്നും മോക്ഷം ലഭിച്ച അജാമിളൻ്റെ കഥയാണ് പറയുന്നത്. കന്യാകുബ്ജത്തിൽ വസിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിളൻ. അദ്ദേഹം ജാതി ആചാര കർമ്മങ്ങളെ അതിലംഘിച്ച് ദുഷ്കർമ്മങ്ങളിൽ വ്യാപൃതനായി ജീവിതം നയിച്ചു. ഒരിക്കൽ ഹോമത്തിനു വേണ്ടി ചമത, പൂവ് മുതലായ പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാൻ വനത്തിൽ പോയതായിരുന്നു. അവിടെ വെച്ചൊരു ശൂദ്രസ്ത്രീയെ കാണുകയും അവളിൽ അനുരക്തനാവുകയും അവളെ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. അജാമിളൻ്റെ പിന്നീടുള്ള ജീവിതം അവളോടൊത്തായിരുന്നു. എന്നാൽ ജീവിതം ആരംഭിച്ചതോടെ നിത്യവൃത്തിക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങി. അവസാനം സ്വൽസ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് അജാമിളൻ കുറുക്കുവഴികളിലൂടെ ജീവിക്കാൻ തുടങ്ങി. ക്രൂരവും നീചവുമായ കൊല, കൊള്ള, മൃഗവേട്ട തുടങ്ങി പലതരത്തിലുള്ള പ്രവൃത്തികളിൽ അദ്ദേഹം ഏർപ്പെട്ടു. എന്നാൽ അവർക്ക് കുട്ടികളുണ്ടായപ്പോൾ ഏറ്റവും ഇളയ മകന് ഭഗവാന്റെ നാമമായ നാരായണൻ എന്ന നാമമായിരുന്നു അജാമിളൻ നൽകിയത്. നാരായണനോടായിരുന്നു അജാമിളന് ഏറ്റവും കൂടുതൽ വാത്സല്യവും. ഒടുവിൽ അജാമിളന് പ്രായമേറെയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പിടിപെട്ട് വിഷമിച്ച് രോഗശയ്യയിൽ കിടക്കുമ്പോൾ തന്നെ കാലകിങ്കരന്മാർ ബലാത്കാരമായി കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നതായി സ്വപ്നം കണ്ടു ഭയന്ന് അദ്ദേഹം മകനെ നാരായണ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ശരിക്കും അപ്പോൾ അവിടെ കാലകിങ്കരന്മാർ അജാമിളനെ കൊണ്ടുപോകുന്നതിനായി വന്നു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ മകനെ നാരായണ എന്ന് നിസ്സഹായനായി പ്രേമത്തോടെയുള്ള അജാമിളൻ്റെ വിളി സാക്ഷാൽ നാരായണൻ കേൾക്കുകയും അദ്ദേഹം തൻ്റെ ദൂതന്മാരെ അജാമിളൻ്റെ രക്ഷയ്ക്കായി അയക്കുകയും ചെയ്തു. അജാമിളനെ പിടികൂടി കാലപുരിക്കായി കൊണ്ടുപോകാൻ കിടക്കക്കരികിൽ നിന്ന കാലകിങ്കരന്മാരെ നാരായണദൂതന്മാർ വിലക്കി. എന്നിട്ട് പറഞ്ഞു, ഇയാൾ മരണസമയത്ത് പ്രേമത്തോടെ ഭഗവത് നാമമായ നാരായണ നാമം ഉച്ചരിച്ചതിനാൽ പാപത്തിൽ നിന്നും മോക്ഷം ലഭിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. നാരായണദൂതന്മാർ കാലകിങ്കരന്മാരോട് അജാമിളൻ ചെയ്ത പാപങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ കാലകിങ്കരന്മാർ പറഞ്ഞു, പകൽ സമയത്ത് ചെയ്ത പാപങ്ങൾക്ക് സാക്ഷിയായി സൂര്യഭഗവാനും രാത്രിയാണെങ്കിൽ ചന്ദ്രനും വായുവും ആകാശവും ഒക്കെ സാക്ഷിയാണ്. ഇത്രയും നല്ല സാക്ഷികൾ ഉണ്ടായതിനാൽ നാം ആരും അറിയില്ല എന്ന് കരുതിയ ചെറിയ തെറ്റുകൾ പോലും കാലത്തിൽ നിന്നും മറച്ചു വെക്കാനാകില്ല. അങ്ങനെ കാലകിങ്കരന്മാർ തിരിച്ച് യമരാജൻ്റെ അടുത്തെത്തി വിവരങ്ങൾ എല്ലാം പറഞ്ഞു. അജാമിളനെ എന്തുകൊണ്ട് വിഷ്ണുദൂതന്മാർ രക്ഷിച്ചു എന്ന് യമരാജനോട് ചോദിക്കുമ്പോൾ അത് ഭാഗവത ധർമ്മപ്രകാരമാണെന്ന് യമരാജൻ പറഞ്ഞു. ഭാഗവത ധർമ്മം മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമേ ഉള്ളൂ എന്നും പറഞ്ഞു. ബ്രഹ്മാവ്, നാരദൻ, സനൽകുമാരന്മാർ, കപിലൻ, സ്വയംഭൂ മനു, പ്രഹ്ലാദൻ, ധ്രുവൻ, ജനകൻ, മഹാബലി, ഭീഷ്മർ, പിന്നെ താനും മാത്രമാണ് ഭാഗവത ധർമ്മം മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. അജാമിളനെ കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിക്ക് വീണ്ടും ഭൂമിയിൽ പോയി നല്ലൊരു മനസ്സുണ്ടായിട്ടും ഭഗവാനെ സ്മരിക്കാത്തവരെയും, നല്ലൊരു ശരീരമുണ്ടായിട്ടും ഭഗവാനെ സേവിക്കാത്തവരെയും, നല്ലൊരു നാവുണ്ടായിട്ടും ഭഗവത് നാമങ്ങൾ ഉരുവിടാത്തവരെയും, നല്ലൊരു ശിരസ്സുണ്ടായിട്ട് ഭഗവാനെ കുമ്പിടാത്തവരെയും പിടിച്ചു കൊണ്ടുവരാൻ കാലകിങ്കരന്മാരോട് പറഞ്ഞു. അങ്ങനെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട അജാമിളൻ വിഷ്ണുഭക്തനായി. തൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി ഹരിദ്വാറിൽ 16 വർഷം തപസ് ചെയ്ത് ഒടുവിൽ ഗംഗയിൽ ശരീരം ത്യജിച്ച് ജീവമുക്തി പ്രാപിച്ചു. ഈ കലികാലത്തിൽ അനാവശ്യ കാര്യങ്ങൾക്കായി സമയം പാഴാക്കാതെ ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ട് ഭഗവത് സ്മരണയോടെ ജീവിക്കുക. നാരായണ നാമത്തിൻ്റെ ശക്തി പാപങ്ങൾ മായ്ക്കും, മോക്ഷത്തിലേക്ക് നയിക്കും, ആത്മശാന്തി നൽകും, ഭക്തിയുടെ ശക്തി വർദ്ധിക്കും.